40 വയസ്സ് കഴിയുമ്പോൾ എല്ലാവരും കണ്ണട വെക്കേണ്ടി വരുമോ? എനിക്ക് എഴുതാനല്ലേ സാറേ അറിയൂ, വായിക്കാറില്ലല്ലോ. ഈ പറയുന്ന എനിക്കും ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്കും ഈ ലോകത്തുള്ള എല്ലാവർക്കും ഒരു 40 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണെങ്കിലും കണ്ണട വെക്കേണ്ടി വരും. ഇതെന്താ ഇങ്ങനെ? ബാ നോക്കാം. സൈനും ഗോസും ഡാനൊക്കെ പഠിച്ച സമയത്ത് പണ്ട് സ്കൂളിൽ ലെൻസുകളെ പറ്റി പഠിച്ചതൊക്കെ എന്തെങ്കിലും ഓർമ്മയുണ്ടാവും? ദോശ തന്നില്ലെങ്കിലും ആശാൻ അത് മാത്രം പറയരുത്. എൻ്റെ കയ്യിലൊരു ലെൻസ് ഉണ്ട്. ഈ ലെൻസിന് ഒരു ഫോക്കൽ ലെങ്ത് ഉണ്ട്. ഈ ഫോക്കൽ ലെങ്ത്തിൽ പിടിച്ചു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഈ ലെൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫോക്കൽ ലെങ്ത് മാറും. ഇപ്പം കണ്ടോ, ഇപ്പം ഞാൻ ബ്ലറായി. ഈ ലെൻസ് പോലെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലൊരു ലെൻസ് ഉണ്ട്. പക്ഷെ നമ്മുടെ കണ്ണിനുള്ളിലുള്ള ലെൻസിന് ഒരു പ്രത്യേകതയുണ്ട്. കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത് ചേഞ്ച് ചെയ്യുന്നതിനായിട്ട് കണ്ണിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഇൻബിൽറ്റ് പ്രോഗ്രാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അക്കോമഡേഷൻ. എല്ലാവർക്കും ഇതൊരു പാഠമായിരിക്കട്ടെ. നമ്മൾ ഡ്രൈവ് ചെയ്യണമെന്ന് വിചാരിക്കുക. ദൂരെ നോക്കി ഡ്രൈവ് ചെയ്യുന്നു. ദൂരെയുള്ളതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അതേസമയം നമ്മൾ കാറിൻ്റെ സ്പീഡോമീറ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കാറിൻ്റെ വേഗത അറിയാൻ പറ്റുന്നില്ലേ? ഇതിന് കാരണം കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസിന് ചുറ്റുമുള്ള സീലിയറി മസിൽസ് നിയറിലേക്ക് നോക്കുന്ന സമയത്ത്, അതായത് ആ മസിൽസ് അവിടെ സ്ട്രെച്ച് ചെയ്തിട്ട് ലെൻസിൻ്റെ ഫോക്കൽ ലെങ്ത്തിന് അവിടെ ഒരു ചേഞ്ച് ഉണ്ടാകുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് സൈമൾട്ടേനിയസ്ലി ദൂരെയുള്ള ഒരു ഒബ്ജക്റ്റിനെയും നിയർലി ഉള്ള ഒരു ഒബ്ജക്റ്റിനെയും ഒരുമിച്ച് കാണാൻ പറ്റുന്നത്. ശാസ്ത്രത്തിന്റെ ഒരു വളർച്ച. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെൻസ് ഇതുപോലൊരു സിംഗിൾ ഫോക്കൽ ലെങ്ത് ഉള്ള ലെൻസ് ആണെങ്കിൽ നമുക്കൊന്നുമല്ലെങ്കിൽ ഡിസ്റ്റൻസിലേക്കോ അല്ലെങ്കിൽ നിയറിലേക്ക് മാത്രമേ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. നമുക്ക് പ്രായമാവും തോറും നമ്മുടെ ഈ ഒരു മസിൽസ് കുട്ടിക്കാലം മുതലേ പണിയെടുത്ത് വരിക. അപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കും ഈ മസിൽസ് പതിയെ വീക്ക് ആവാൻ തുടങ്ങും. എന്തോ എങ്ങനെ കണ്ണിൻ്റെ ഈ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചിനെ നമ്മൾ പ്രസ്ബയോപ്പിയ അല്ലെങ്കിൽ മലയാളത്തിൽ വെള്ളെഴുത്തെന്ന് പറയും. അതുവരെ ഫോൺ ഇത്രയും ക്ലോസ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പിന്നെ മെല്ലെ ഈ ഫോൺ അകലത്തിലേക്ക് പിടിച്ചു തുടങ്ങും. എന്നാൽ മാത്രമേ അവർക്ക് ഈ ഫോൺ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. ഇതൊരു അസുഖമൊന്നുമല്ല. ഫിസിയോളജിക്കലി ഏജ് റിലേറ്റഡ് ആയിട്ട് നമ്മുടെ ബോഡിയിൽ വരുന്ന ഒരു മൈൽഡ് ആയിട്ടുള്ള ചേഞ്ച് മാത്രമാണ്. 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈ മസിൽസ് വീക്ക് ആവുമ്പോൾ നമ്മൾ നിയറിലേക്ക് കാണാൻ വേണ്ടിയിട്ട് കണ്ണട യൂസ് ചെയ്യേണ്ടി വരും. അത് ഗ്രാജുവലി ഈ അക്കോമഡേഷൻ കുറയുന്നതിനനുസരിച്ച് അടുത്തേക്ക് വായിക്കുന്നതിനുള്ള പവറും നമ്മൾ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. ഇതിനെപ്പറ്റി കൂടുതൽ അറിയണമെങ്കിൽ ചാനലിൽ നോക്കിയാൽ മതി. ഓക്കെ, ബൈ.